ഹലോ മൈ സംസ്കാരം ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈ ഡിജിറ്റ് കാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗെയിമുകളെല്ലാവരും കളിച്ചിട്ടുണ്ടാവും, റോബറി ബോബ്. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് കളി സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കളിച്ച ഗെയിമാണ്. അപ്പോൾ ഞാൻ നൊസ്റ്റാൾജിയൊക്കെ എടുത്താണ് കണ്ടപ്പോൾ ഡൗൺലോഡ് ചെയ്ത്, അത്രേ ഉള്ളൂ. പിന്നെന്താണ്, ഇത് ഈ ലെവൽ കൂടുന്നതിനനുസരിച്ച് സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ കൂടും. നല്ല വൈബാണ്. കളിച്ചുമ്പോൾ തന്നെ നല്ലൊരു വൈബ് എക്സ്പീരിയൻസാണ്. ഇത് തുടക്കത്തിലൊന്നും പോലീസുകാരില്ല തോന്നുന്നുണ്ട്. പോലീസുകാരില്ല തുടക്കത്തിലൊന്നും, സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ല. ഇതിലൊക്കെ ഉണ്ട്. കൂടി വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. CCTV ഒക്കെ വരും. അങ്ങനെ വൈബാണ്. ഈ ഗെയിമൊന്നും ഓവർ അപ്ഡേറ്റ് ആയിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് തുടക്കം തന്നെ ഗ്രേറ്റ് ജോബ്, പോലീസുകാരൻ്റെ തൊപ്പി, പിന്നെ ടൈമർ, പൈസൻ്റെ കൊട്ട. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെവല് ഇതിൻ്റെ ട്രെയിൽ അയക്കാണ്ട് ആദ്യം കളിച്ച് അതിപ്പോൾ മൂന്നാമത്തെ ഡേ ആണ് ഇപ്പം നമ്മൾ കക്കാൻ പോണത്. ഇത് ഈ തുടക്കമായതുകൊണ്ട് ഒരു ലോഡ് എയ്ത്തോളം ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ വരൽ തുടങ്ങി. അഥവാ നമ്മളങ്ങനെ കണ്ടു കാണാൻ അപ്പോൾ പോലീസിനെ വിളിച്ചിട്ട് തുടങ്ങും. ഇവിടെ ഞങ്ങട്ടാ എടാ അങ്ങോട്ട് വയ്യണ്ടില്ലേ, ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല. പുള്ളിക്കുത്തുമ്മ കൂടി തന്നെ നടക്കുള്ളൂ. നമുക്കിവിടെ ഇനി ഒഴിച്ചിക്കാന് പൊയ്റ്റ് നമുക്കാണ് പോകാൻ പറ്റുള്ളൂ. ആ ലേറ്റ് എങ്ങനെ നമ്മളെ മേത്തൊക്കെ അടിച്ചിക്കണേ സ്പോട്ടിൽ നമ്മൾ പിടിക്കപ്പെടും. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കളിച്ചാൻ. ഇത് തള്ള വരാനായ നമുക്ക് അടിച്ചിടണ സാധനം ഇതാക്കാം. അതാ അടിച്ചു വിട്ടുകയാണ്. എന്താണ് സുഖമായിട്ട് നമുക്ക് ഓല് വരുന്നവരെ കാത്തിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മുകളിൽ തന്നെ ഉണ്ട്. ഈ അടിച്ചു വിടുന്ന ബട്ടൺ നോക്കി കാണാൻ നല്ല ഫാസ്റ്റിലാണ്ട് അടിച്ചു വിട്ട് പോയിക്കോളും. അപ്പോൾ നമ്മൾ എന്താണ് ഇത് മെയിൻ ആയിക്കാണ്ട് ആ നിധിപ്പെട്ടി കണ്ട് എടുത്താൽ മതി. എന്നാൽ പിന്നെ നമ്മളിതൊക്കെ കഴിഞ്ഞ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പക്ഷെ ഇതിൽ നമ്മൾ പൈസൻ്റെ അതുണ്ടല്ലോ, എഴുതി കണ്ട് അത് ഫുള്ളായാലാണ് നമുക്ക് ഇത് ഫുൾ മാർക്കല്ല, നമുക്കിത് നല്ല പോയിൻറ്റ്സ് കിട്ടല്. ഇത് കണ്ടില്ലേ, ടൈം, ടാർഗറ്റ്, ലൂട്ട്, പെർഫെക്റ്റ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഇതൊരു ചെറിയ വരെയാണല്ലോ. ഇതൊക്കെ നമുക്ക് ഈസിയായി ഇതാക്കി ഇറങ്ങാം. നമ്മളെ കൂടെ ഇപ്പോഴൊക്കെ അസിസ്റ്റൻ്റ് ഉണ്ട്. കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ അയാൾ ഇടയ്ക്കാ വരലുള്ളൂ. ഇവിടെയൊക്കെ ഈസിയായി കയറി. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. മിക്കോട്ട് അത് നമുക്ക് ഇത് വേണമെങ്കിൽ സ്ക്രീനൊന്ന് ചെറുതാക്കാം. എടാ എന്തത്, ഇത് നടപടിയാവില്ല കേട്ടോ. ഒന്നാമത് ഫോണിന് കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നല്ല സൈസ് വരുന്ന ഗെയിം കളിച്ചാത്തത് ഫോണിലത്തെ സ്റ്റോറേജിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഇത് സ്റ്റോറേജ് പറ്റ കുറവാണ്. ഇതിലാപ്പാട് ചെറിയ ചെറിയ ഗെയിംസ് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സ്റ്റോറേജിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ നല്ല സൈസ് വരുന്ന ഗെയിംസൊക്കെ കളിച്ചാത്തത്. അപ്പോൾ ഇനി എന്താണ്, വേറെ ഫോണിലാക്കും. അതുവരെ ഒന്ന് ക്ഷമിക്കാം. അത് നമുക്ക് ഇതിൽ ഗ്രേറ്റ് ജോബ് കിട്ടിയാണ്. എന്താ നമ്മത് ടൈമിൻ്റെ സംഭവം പോയല്ലോ, കുഴപ്പമില്ല. അത് നമുക്ക് അടുത്ത കളി എടുക്കാം. അതാ അടുത്തത് മേക്കിംഗ് നോയ്സ്. അടുത്തത് കുഴപ്പമില്ലാത്തൊരു പേരാണ്. ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റം കുറച്ച് കട്ടിയാവില്ല. അതാ ഇവിടെ രണ്ടാൾക്കാർ നിൽക്കണേ. പിന്നെ നമ്മളെ കണ്ടു കാണാൻ നമ്മളപ്പോൾ തല്ലിയാലോ അല്ലേ, വൈഭവം. ഇവിടെയൊക്കെ എത്രമാതിരി ലൂട്ടുകളല്ലേ. ഇവിടെയൊക്കെ അത് ഓരോ ആൾക്കാരുണ്ട്. അവിടെ ലൂട്ടുണ്ട് ഈ ബെഡ്റൂമിൽ. ഇവിടെ കോഴിക്ക് ഓരോ ഡോറ് വീതം വെച്ചുകൂടില്ലേ. പിന്നെ ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ ഇവിടെയാണ് നമ്മളെ മെയിൻ ലൂട്ട്. ഇതാ ഈ നിധിപ്പെട്ടീൻ്റെ ചിഹ്നം. ഇവിടെ നിന്ന് ലൂട്ടി കാണാൻ നമുക്ക് എസ്കേപ്പ് ചെയ്യാം. പക്ഷെ എന്നാലും നമുക്ക് ഫുള്ളാവണ്ടേ.
കണ്ട ഇപ്പം എൻ്റെ ഇതിൻ്റെ ഇതൊക്കെ ആ സ്വർണ്ണ കളറിൽ യെസ് ഇതും കൂടി എടുത്താണ് ഫുള്ളായി കണ്ട. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈസി ആയി കണ്ടതാ ഇതിലും ഗ്രേറ്റ് ജോബ് വാങ്ങിയേക്കണം. ഇതൊക്കെ എന്ത് നമുക്കിതൊക്കെ ഈസി എന്ത് ചെയ്യാം. ഇനി 1 2 3 4 5 6 7 പേരായിട്ട് നമുക്ക് ഉണ്ട്. ഇവൻ്റെ ഓട്ടം കണ്ട നമ്മളിതാ ഈ അത്യാവശ്യം എളുപ്പമുള്ള വീടാക്കി കണ്ടില്ല. നമുക്ക് കയറിയപ്പോൾ തന്നെ ഫുള്ള് ലൂട്ടാണ്. ഫസ്റ്റത്തെ ഇതിൽ തന്നെ നമ്മൾ നേരെ മുന്നിൽ കൂടെ ഒക്കെ സെക്യൂരിറ്റീസ് പോകണ്ടേ. ഞാനൊന്നും മെയിൻറ്റെയിൻ ചെയ്യണില്ല. പ്രോ ആയി പോയില്ലേ. എന്ത് ചെയ്യാൻ പ്രോ. അത് അത്രേ ഉള്ളൂ. ഇയാളിതൂടെ അത് അതിൻ്റെ ഇടയിൽ സ്റ്റോറേജ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്നാണ്ട് ബാക്ക് അടിഞ്ഞ് എടാ അയാൾ പോലീസിനെ വിളിച്ച് എടാ ലാഗ് അടിച്ചണേ കണ്ട. സ്റ്റോറേജ് ചെയ്യാത്ത പ്രശ്നമാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലാഗ് അടിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ നിന്നുക. അതൊക്കെ വലിയ റിസ്ക്. ഭയങ്കര കഠിനം ഭയങ്കര പണിയാണ് അതൊക്കെ. അത് നമ്മളെ പോലീസ് അതാ പോണേ വെട്ടാൻ പോണേ. ഇറ്റങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ തന്നെ അറിയുള്ളൂ. കണ്ട ഇവരാ പുള്ളിക്കുത്തുമ്പോൾ കൂടെ അങ്ങനെ നടന്നോ. നമുക്ക് എന്തും കാട്ടാം. എടാ അതൊക്കെ എടുക്കറാ. ഇവിടെ നിന്ന് നീന്തിക്കാണ് അതൊക്കെ കിട്ടും. ഒരു ന്യൂസ് പേപ്പറിനപ്പോൾ നീണ്ട് വരുന്ന വരെ കാത്തിക്കണം. നമുക്ക് അടിച്ചുവിടാം. ഇതാ പോണേ. ഞങ്ങൾക്ക് ഓടണമാണ് നല്ലത്. കാരണം ഇനി വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും വരാണ്ടെങ്കിലോ അതാ ചിലപ്പോൾ അയാൾ തന്നെ പെട്ടെന്ന് തിരിഞ്ഞിക്കാണെങ്കിലോ. നമ്മൾ പെട്ടിയില്ലേ പെട്ട് ഇതാ അയാളത് അടുത്ത വരെ വരുന്നേ. ഇയാൾ അവിടുന്ന് പെട്ടെന്ന് വരുന്നുണ്ടല്ലോ. അവിടുന്ന് സ്ലോ ആയിക്കാണ്ട് പോണത്. അത് ഇവിടെ ഉണ്ടത് അതേമാതിരി ഒരു ചേച്ചി കണ്ട. ഇതെന്താ വെറുതെ ഇവിടെ ഇങ്ങനെ നോക്കിക്കാണേ. നമ്മളിവിടെ ഇങ്ങനെ നടന്നിട്ട് കാണില്ലേ. ഇനി നിന്നുറങ്ങാ പറയാൻ പറ്റൂല. ചിലപ്പോൾ നിന്ന് കണ്ട് ഉറങ്ങിയിട്ടുണ്ടോ. ഇതിന് നമുക്ക് ആകെ ഒറ്റൊന്നാടെ കിട്ടിയിട്ടുള്ളൂ. നോക്കിയാ ഒറ്റൊന്നേ ആകെപ്പാടെ നമ്മളെ ലൂട്ട് ബോക്സ് ഫുള്ളതിൻ്റെ അത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മളിത് അടുത്ത വരെയും കയറിയിരിക്കണേ. ഇത് ഓരോ പേരെ കയറി ഇറങ്ങുക. ഇത് ബിൽഡിങ്ങിലൊക്കെ കയറണം. അപ്പോഴാണ് വൈബുള്ളത്. ബിൽഡിങ്ങിലൊക്കെ വന്നിക്കാണ്. നമുക്ക് ഇനി എൻ്റെ സ്റ്റാമിന കാര്യങ്ങളൊക്കെ കൂട്ടാറുണ്ട്. ബിൽഡിങ്ങിൽ ഫുള്ള് സെക്യൂരിറ്റി ആകാരം. അതൊക്കെ കാണേണ്ടതാണ്. എന്താ മെയില. അപ്പോൾ ആ ചെങ്ങായി ഭയങ്കര സ്ലോ ആടാ. നമുക്ക് കുറച്ച് ഫാസ്റ്റിലൊക്കെ പോകണം. ഇത് മിക്കവാറും പോലീസ് കേസാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇനി അവിടുന്ന് ആ ചങ്ങായി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് നമുക്ക് കണ്ടാ ഞാൻ പറഞ്ഞില്ലേ. ആ ചങ്ങായി വരുമ്പോഴത്തേന് നമുക്ക് ഇവിടെ നിന്ന് ഓടി കണ്ടെത്തണം. പോലീസിനെ വിളിച്ച് പോലീസിൻ്റെ ഓട്ടം കണ്ട ഏതാ അതെന്താ ബാക്കിൽ നിന്ന് പുക പറഞ്ഞ് ഏതല്ലേ വൈബ്. അപ്പോൾ ഇതാ പിന്നെയും എന്താണ് ബാക്ക് അടിച്ച് കയറേണ്ട ആവശ്യം വന്ന്. അത് നമുക്കിനി നേരെ ഓടി ഒറ്റ എക്സിറ്റ് അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതും ഇത് നമ്മൾ 3 ടാസ്കിൽ 1 ടാസ്ക് ഒഴിവാക്കി. നമ്മളെ പോലീസ് കണ്ട്. അപ്പം നമ്മളൊരു പോയിന്റ് പോയി. അത് ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പം ഇനി ബാക്കി സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അതിന് അടുത്തത് ലോ ഡിവൈസിൽ ഏതെങ്കിലുമൊക്കെ അത് വർക്കാവണമെങ്കിൽ നിങ്ങൾ പറയാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൂടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത് ചാപ്റ്റർ തോന്നുന്നുണ്ട്. നമുക്ക് ഇനി ചാപ്റ്ററൊക്കെ കളിച്ചണം. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.